പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ആവർത്തന പുസ്തകം 33 അധ്യായം 27 വാക്യം നാം ഇങ്ങനെ കാണുന്നു: പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ എല്ലാം അവസാനിച്ചല്ലോ ദൈവമേ, ഇനിയൊരു പ്രതീക്ഷയില്ലല്ലോ എന്ന് ചിന്തിക്കുമാറ് സാഹചര്യം ഒട്ടും നിവൃത്തിയില്ലാത്ത നിലയിൽ ജീവിതം അവസാനിച്ചെന്ന് തോന്നുന്നു. ദൈവവചനം പറയുന്നു, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സ്ഥാനത്തേക്ക്, ആ സാഹചര്യത്തേക്ക് ഒന്നുകൂടെ നോക്കുക. ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുമില്ല എന്നുള്ള ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങൾ നമുക്ക് കാണാം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടൊക്കെയോ എല്ലാം അവസാനിച്ചു പോയല്ലോ ദൈവമേ എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ വിഷയത്തിൽ കീഴെ ശാശ്വത ഭുജങ്ങൾ കൊണ്ട് നിങ്ങളെ താങ്ങുവാൻ, നിങ്ങളുടെ കരത്തിൽ പിടിക്കുവാൻ, നിങ്ങളുടെ സാഹചര്യത്തെ തിരുത്തുവാൻ കീഴെ ശാശ്വത ഭുജം ഉണ്ട്. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, കേൾക്കാൻ കഴിയാത്ത വിധം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധം യഹോവയുടെ കരവും കുറുകിപ്പോയിട്ടില്ല. കുറുകിപ്പോകാത്ത ഒരു കൈയുള്ള, പ്രവർത്തിക്കാൻ ശക്തനായ കരുത്തുറ്റ കരമുള്ള ഒരു ദൈവം ഉണ്ട്. ആ ദൈവം ഇങ്ങനെ പറയുന്നു, നിന്നെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിലൂടെ. ആകയാൽ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന, എല്ലാം അവസാനിച്ചു ജീവിതത്തിൽ എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന പ്രതീക്ഷയറ്റ അനുഭവത്തിനകത്ത് ഒന്നുകൂടെ ദൈവമുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ. ഒന്ന് ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കാം. അവിടെ മഹാ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന, നിങ്ങളെ നടത്താൻ കഴിയുന്ന, നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന, ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് വിടുതലിന്റെ കരം കൊണ്ട് നിങ്ങളെ വിജയത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് വചനത്തിൽ പറയുന്നത് പോലെ നിന്റെ സങ്കേതം, നിങ്ങളുടെ സങ്കേതം, എന്റെ സങ്കേതം, പുരാതനനായ ദൈവം, നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പിശാച് പറയും എല്ലാം അവസാനിച്ചു എന്ന് ഹൃദയത്തിൽ തോന്നിപ്പിക്കുവാൻ പിശാച് പ്രവർത്തിക്കും. പക്ഷെ ഹൃദയത്തിനകത്ത് ഒന്നുകൂടെ വിശ്വാസത്തോടെ ഒരു കപ്പലിന് നങ്കൂരമിടുന്നത് പോലെ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറപ്പിച്ചാട്ട. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളൊന്നും ജീവിതത്തിൽ അവസാനവുമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടവർ, ദൈവത്തെ വിളിക്കുന്ന ദൈവവൈതൽ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ, പ്രിയമുള്ള ദൈവവൈതലേ, പുരാതനനായ ദൈവത്തിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ കരം നിന്നെ ഉയർത്തും.
ദൈവകരം നിന്നെ നടത്തും. ദൈവകരം നിന്നെ സംരക്ഷിക്കും. ദൈവകരം നിനക്ക് വഴികളെ തുറക്കും. ദൈവകരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവായ യേശു നിങ്ങൾക്കായി പ്രവർത്തിക്കും. അത്ഭുതം കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.